എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. അത് അവരുടെ ഹെൽത്തിന് നല്ലതാണ്. അതായത് ഓവറായിട്ട് റൈസ് കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ വെയിറ്റ് ഒക്കെ കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ചോറിൻ്റെ അളവ് എപ്പോഴും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ ഈ ഒരു സ്പെഷ്യൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഡോഗ്സിന് കൊടുക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ഡോഗ്സിന് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ലിയോ ലാവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരറ്റും അതേപോലെ പൊട്ടറ്റോ ആണ്. ഇത് രണ്ടും നന്നായിട്ട് വേവിച്ച് ചെറിയ പീസസ് ആക്കി വെച്ചതാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. സോ ഇത് നമുക്ക് ആദ്യം അവരുടെ പാത്രത്തിലോട്ട് ഇടാം. ഇനി വേണ്ടത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്കൻ. ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണ് കേട്ടോ. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇതിൽ ബോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് കൊടുക്കുന്നതിൽ സേഫാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ റൈസ് ആണ് കേട്ടോ. വൈറ്റ് റൈസിനേക്കാളും അവർക്ക് കുറച്ചും കൂടി നല്ലത് ബ്രൗൺ റൈസ് ആണ്. ഇങ്ങനെ കൊടുത്താൽ ഇവർ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റോക്ക് ഇത് നമ്മളങ്ങ് ഫുള്ളങ്ങ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. മല്ലിയില അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലീഫി വെജിറ്റബിൾ ആണ്. സേഫാണ്, കുഴപ്പമൊന്നുമില്ല. കണ്ടോ എൻ്റെ കുട്ടി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത്? കണ്ടോ നിങ്ങൾ? ഗുഡ് ഗേൾ ആണ് ലാവി. ലിയോന്റെ അവസ്ഥ എന്താ? ഓ മൈ ഗോഡ്, ലിയോ എല്ലാം കഴിച്ചു. ലിയോ ഫിനിഷ് ചെയ്തു. ഗുഡ് ബോയ്.